ഇനി കിച്ചു രേണുവിനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ കിച്ചു മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല എങ്കിൽ കിച്ചുവിന്റെ പല കാര്യങ്ങളും ഞാൻ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയും. അതോടെ കിച്ചു നാറും, കിച്ചുവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ കിച്ചുവിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാദർ പൊട്ടിത്തെറിച്ച് കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ പറഞ്ഞ ബിഷപ്പ് തന്നെ രേണുവിനെ വീട്ടിൽ പോയി കാണുകയും അത്രയും കാലം അവർ തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യങ്ങളെല്ലാം മറന്ന് അവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം. പക്ഷെ ഇവർ ഒന്നിച്ച പശ്ചാത്തലത്തിൽ പിന്നെ നടക്കുന്ന എന്താണ്? അതുവരെ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ ഫാദർ നോബിൾ ഫിലിപ്പ് തന്നെ നൈസായിട്ട് പ്ലേറ്റ് മാറ്റി. രേണുവിനെ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ പിന്നീട് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മൂപ്പര് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. മൂപ്പര് പറയുന്നത് എന്താണ്? കിച്ചു നാട്ടിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കിച്ചു മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല എങ്കിൽ, രേണുവിനെതിരെ ഇനി വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഞാൻ പുറത്തിടുന്നൊക്കെയാണ് മൂപ്പരുടെ ഭീഷണി. പക്ഷേ വിഷയമല്ല, ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുതിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണുസുതിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. വളരെ നല്ല കാര്യം അച്ചോ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിനെ വലിപ്പം തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനോട് തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടു പേർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ രണ്ടു പേരിൽ ആരാണ് രോഗി എന്ന് നോക്കിയിട്ടാണോ? വല്ല അറിയാത്തോണ്ട് ചോദിക്കാണ്, എന്റെ ഒരു ഡൗട്ടാണ്. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. പക്ഷെ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരും ഇത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയരുത് അച്ചോ. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് രേണുസുതി മാത്രമാണ്. ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് ആദ്യ രംഗത്ത് വന്നത് രേണു തന്നെയല്ലേ? ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം, മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനോട് തിരിച്ചൊരു കാര്യം പറയട്ടെ അച്ചോ. അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? ഇതൊരു തരം രോഗ, തലയ്ക്ക് തളം വെക്കേണ്ടി വരുന്നാ തോന്നണേ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ 1.5 വർഷം മുമ്പ് ഈ പറയുന്ന കിച്ചുവിനെയും കിച്ചുവിന്റെ സുഹൃത്തിനെയും മദ്യപിച്ച വാഹനം ഓടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ചയായ സംഗതിയാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പൊ അച്ഛൻ വലിയ കാര്യം പോലെ സംസാരിച്ചു വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞു പോയ സംഗതിയാണ് അച്ചോ, എല്ലാവരും അറിഞ്ഞ സംഗതിയാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറ. അല്ലാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വെച്ച് വല്ലാണ്ട് അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്താൻ നിൽക്കല്ലേ. ഉള്ളത് പറയാലോ, ഒന്നും തോന്നരുത് അച്ചോ. അച്ഛന് തീരെ അപ്ഡേറ്റഡ് അല്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അച്ഛന് തീരെ അറിവും ഇല്ല, അതിനെ കുറിച്ച് ഒരു അപ്ഡേഷനും ഇല്ല. നീ പറഞ്ഞു ഇനിയും നീ ഇത് എവിടെയെങ്കിലും പറഞ്ഞു അറിഞ്ഞാ എന്താ ഇറക്കും.